കോവിഡ് കാലം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ആ ദുരന്തകാലം, ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, ജോലിക്ക് പോയാലും ജോലിയില്ല, കാരണം അടഞ്ഞു കിടക്കുകയാണ്. അന്നന്ന് കിട്ടുന്ന വരുമാനം അതുപയോഗിച്ച് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. അവർക്ക് ആഹാരം എത്തിക്കണം, അവർക്ക് വീട്ടിൽ നിത്യോപയോഗ സാധനം എത്തിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എല്ലാ വീടുകളിലും കിറ്റ് എത്തണമെന്ന് തീരുമാനിച്ചു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോഴാണ് UDF രംഗത്തിറങ്ങുന്നത്. കിറ്റ് വിതരണം നിർത്തണം. കിറ്റ് വിതരണം തടയാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്ത UDF നേതാക്കളുണ്ടായിരുന്നു അന്ന് കേരളത്തിൽ. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിച്ചില്ല. കിറ്റ് വിതരണം തുടരാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകി. കഴിഞ്ഞ മാസമാണ് സംസ്ഥാനത്ത് 10,000 കോടി രൂപയുടെ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ 62 ലക്ഷം പേർക്കുള്ള പെൻഷനുണ്ട്, 2,000 രൂപയായി വർദ്ധിപ്പിച്ചു. ആ പെൻഷൻ നവംബർ മാസത്തിൽ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. എല്ലാ മാസവും ഒരു മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം ആ മാസത്തെ പെൻഷനുമാണ് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ നവംബർ മാസത്തിൽ 2,000 രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ, അതോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക, അങ്ങനെ 3,600 രൂപ 62 ലക്ഷം പേരുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതോടൊപ്പമാണ് 32 ലക്ഷം വനിതകൾക്ക് പ്രതിമാസം 1,000 രൂപയും പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാർ. നവംബർ മാസത്തിൽ വിതരണം തുടങ്ങും എന്നും പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോഴിതാ അത് തടഞ്ഞിരിക്കുന്നു. അതിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഒന്നല്ല രണ്ടല്ല, നിരവധി പരാതികളാണ് എല്ലാ ഭാഗത്തു നിന്നും ഇലക്ഷൻ കമ്മീഷന് ലഭിച്ചത്, ജില്ലാ കലക്ടർമാർക്ക് ലഭിച്ചത്. അതേ തുടർന്ന് തൽക്കാലം പണം വിതരണം ചെയ്യുക എന്നത് പിന്നീടാണ് നടത്തേണ്ടത്. ഇപ്പോൾ അർഹതപ്പെട്ടവരെ കണ്ടെത്തുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മലയാള മനോരമ കൊടുത്ത വാർത്തയുണ്ട്. 1-ാം പേജിലെ 1-ാം വാർത്ത. എന്താണ് തലക്കെട്ട്? പിടി വീണ് പെൻഷൻ. മലയാള മനോരമയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന്. UDF കേന്ദ്രങ്ങൾ, BJP കേന്ദ്രങ്ങൾ സംഘടിതമായാണ് ജില്ലാ കലക്ടർമാർക്ക് പരാതി നൽകിയത്. അതേ തുടർന്നാണ് പെൻഷൻ നടപടികൾ നിർത്തിവെച്ചത് എന്ന് പറയുന്നു. ചട്ടലംഘനം, സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വിലക്ക്, പിടി വീണ് പെൻഷൻ എന്നാണ് മലയാള മനോരമയുടെ 1-ാം പേജ് വാർത്ത. അപേക്ഷ സ്വീകരിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന് വ്യാപക പരാതി. ഇതാണ് ഉപതലക്കെട്ടുകൾ കൊടുത്തിരിക്കുന്നത് മലയാള മനോരമ. വാർത്ത ഇങ്ങനെയാണ്: സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണ സെൽ വിലക്കി. പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമായതിനാലാണ് വിലക്ക്. 1,000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ലെന്നാണ് ചട്ടം. അപേക്ഷകൾ സ്വീകരിക്കരുതെന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് വന്നിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. 1,000 രൂപ മാത്രമേ ഉള്ളൂ. 32 ലക്ഷം സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പദ്ധതിയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആനുകൂല്യങ്ങൾ വിതരണം എന്തായാലും ഈ മാസം നടക്കില്ല. ഇത്രയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. ഏകദേശം 32 ലക്ഷം പേരെ കണ്ടെത്തേണ്ടതുണ്ട്. അവരിൽ നിന്ന് അപേക്ഷ വാങ്ങി ആ അപേക്ഷയ്ക്ക് മുകളിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്ത മാസം മുതൽ 1,000 രൂപ എല്ലാ മാസവും വിതരണം ചെയ്യാൻ കഴിയും. അതുപോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന 1,000 രൂപ അത് തടഞ്ഞു വെക്കാൻ, അതിനെതിരെ പരാതി നൽകാൻ തയ്യാറായ UDF നേതാക്കൾ, BJP നേതാക്കൾ, അവരുടെ നാടുകൂടിയാണ് കേരളം എന്നോർക്കണം. ഇവരെല്ലാം എന്ന് വെച്ചാൽ കോൺഗ്രസും BJPയും എല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് തദ്ദേശത്തിൽ. അത് കഴിഞ്ഞ് 2026 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. എന്തിനാണ് തെരഞ്ഞെടുപ്പ്? കേരളം ഭരിക്കാനാണ്. ഇപ്പോൾ
ഈ പദ്ധതിക്ക് പണം നൽകരുത് എന്നാവശ്യപ്പെട്ട് മുടക്കുന്നവരാണ്. 2026 അധികാരത്തിൽ വന്നാൽ ഇത് തുടരില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുൻകാല പ്രഖ്യാപനങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയാണ് ലൈഫ് പദ്ധതി. UDF വന്നാൽ നിർത്തലാക്കും എന്ന് പറഞ്ഞ UDF കൺവീനർ ഉണ്ടായിരുന്നു, MM ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2021 വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആർദ്ര മിഷൻ എന്ന് വെച്ചാൽ ആശുപത്രികൾ നവീകരിക്കുന്ന പദ്ധതി നിർത്തും. ലൈഫ് മിഷൻ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നിർത്തും എന്ന് പറഞ്ഞവരാണ്. എന്നാൽ ജനങ്ങൾ UDF എന്താണ് എന്ന് മനസ്സിലാക്കി. ജനങ്ങൾ UDFനെ തിരസ്കരിച്ചു, പരാജയപ്പെടുത്തി. ചെറിയ പരാജയമല്ല, വമ്പിച്ച പരാജയമാണ് ഏറ്റുവാങ്ങിയത്. LDFന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും സീറ്റുകൾ കൂടുതൽ ലഭിച്ച് വീണ്ടും LDF സർക്കാരിനെ അധികാരത്തിൽ ഏറ്റി. അതാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യം തടയാൻ ശ്രമിക്കുക. 32 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അത് വൈകിപ്പിക്കുക. ഒരു മാസം മുമ്പ് 1000 രൂപ കയ്യിൽ കൊടുക്കണം എന്നല്ലേ രാഷ്ട്രീയക്കാർ ചിന്തിക്കേണ്ടത്? അതിനു വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത്? പഞ്ചായത്ത് മുഖാന്തിരമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കേരളത്തിലെ പഞ്ചായത്തുകളിൽ പകുതിയിൽ താഴെ ഭൂരിപക്ഷം LDFനാണ്. അടുത്തു തന്നെ ഉണ്ട് UDF ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, നഗരസഭകളുണ്ട്. അവിടെയൊക്കെ അവർക്ക് അവരുടെ ഭരണ നേട്ടമായി അത് പറയാൻ കഴിയും. അതുപോലും ചെയ്യാതെ പൂർണ്ണമായും ജനങ്ങൾക്ക് എതിരെ, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരെ അവർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം തടയുന്നതിനു വേണ്ടി ശ്രമിക്കുകയാണ് UDF ചെയ്യുന്നത്. UDF ഇന്ന് തുടങ്ങിയതല്ല. കേരളത്തിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളെയും എതിർത്തവരാണ് UDF നേതാക്കൾ. ദേശീയപാത, ഗെയിൽ പദ്ധതി, എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ തുരങ്കപാത, വയനാട്ടിലേക്കുള്ള തുരങ്കപാതയെ പോലും എതിർക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ നാം കണ്ടതാണ്. തീരദേശപാതയെ എതിർക്കുന്നു, മലയോര ഹൈവേയെ എതിർക്കുന്നു. എന്ത് പദ്ധതി വന്നാലും കേരള പദ്ധതി സമരം ചെയ്ത് BJPയോടൊപ്പം ചേർന്ന് സമരം ചെയ്ത് ആ പദ്ധതി തന്നെ ഇല്ലാതാക്കിയവരായി കേരളത്തിലെ UDF നമ്മുടെ മുന്നിലുണ്ട്. അവർ ഇതാ ഈ സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക് 1000 രൂപ അത് ലഭിക്കുന്നത് തടഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് കൂട്ട പരാതി നൽകി. ആലോചിച്ച് നോക്കണം, നമ്മുടെ UDF എവിടെയാണ് എത്തി നിൽക്കുന്നത്, എത്രമാത്രം ജനവിരുദ്ധമാണ് UDFൻ്റെയും BJPയുടെയും നയങ്ങൾ, നിലപാടുകൾ എന്ന്.